അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡു വൈൽ ലൂപ്പിനെ കുറിച്ചാണ്. C++ൽ രണ്ട് തരം ലൂപ്പ് ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പിന് രണ്ട് എക്സാമ്പിൾസ് ആണ് C++ലുള്ളത്. അതിൽ ഒന്നാമത്തേത് വൈൽ ലൂപ്പും രണ്ടാമത്തേത് ഫോർ ലൂപ്പും. അടുത്തത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ എക്സാമ്പിളാണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ലൂപ്പിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡു വൈൽ ലൂപ്പിനെ മനസ്സിലാക്കാം. അപ്പോൾ ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വൈൽ ലൂപ്പിലാണെങ്കിലും ഫോർ ലൂപ്പിലാണെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു പ്രാവശ്യത്തെ എക്സിക്യൂഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലൂപ്പിന് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ലൂപ്പിൻ്റെ ഒരു സമയത്തുള്ള എക്സിക്യൂഷന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻട്രി എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ലൂപ്പിൻ്റെ എക്സിറ്റിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ATM കൗണ്ടറിൽ ATMൽ പോയിട്ട് പൈസയൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ അവർ ചെയ്യിപ്പിക്കും അല്ലേ? ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം അവർ ഡു യു വാണ്ട് അനദർ ട്രാൻസാക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ കാണിക്കാറുണ്ട്. ഡു യു വാണ്ട് അനദർ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളോട് വേറൊരു ട്രാൻസാക്ഷൻ കൂടി നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ ദ സെയിം സ്റ്റെപ്സ് വിൽ കണ്ടിന്യൂ. അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തില്ലെങ്കിലും ലൂപ്പ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എന്താണ് ഡു വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാമും കാണാം. സോ നമ്മൾ ഡു വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ആദ്യം നോക്കുന്നു. സോ വി ഹാവ് ലൂപ്പ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ലൂപ്പ് വേരിയബിളിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് നമ്മളൊരു കീവേഡാണ് ഉപയോഗിക്കുന്നത്. കീവേഡ് എന്താണ്? ഡു എന്നതാണ് കീവേഡ്. കീവേഡിനകത്ത് കീവേഡിന് ശേഷം നമ്മൾ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുവാണ്. ദാറ്റ് മീൻസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നു. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നമ്മൾ കേർലി ബ്രാക്കറ്റിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ലൂപ്പ്, അതിനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നു. അതിനകത്ത് ഒരു കാര്യം മാത്രം വിട്ടുപോയിട്ടുണ്ട്. അതായത് അപ്ഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിൻ്റെ അപ്ഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ, അതായത് ഇൻക്രിമെൻറ്റേഷനോ ഡിക്രിമെൻറ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ അതിനകത്ത് കൊടുക്കണം. അതിനുശേഷം ക്ലോസിംഗ് ബ്രാക്കറ്റിന് ശേഷം വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് at the time of exit of the loop, ലൂപ്പിൻ്റെ എക്സിറ്റിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ചെക്കിങ് എ കണ്ടീഷൻ. നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോൾസ് ആണെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഡു കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡൂവിലേക്ക് പോകത്തില്ല. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ഗീവ് ആൻ എക്സാമ്പിൾ ഓൾസോ. എക്സാമ്പിളിൻ്റെ കൂടെ അതിൻ്റെ വർക്കിംഗ് കൂടെ ഞാൻ പറയാം. See the program. A program to display the numbers from 1 to n using do while loop. So numbers to be displayed are 1 to n. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് 1 to n എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. n മീൻസ് എനി നമ്പർ. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് n എന്ന് പറയുന്നത്. n മീൻസ് എനി നമ്പർ. അപ്പം n വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് 100 വരെ. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു അത് n വരെ എന്ന് പറഞ്ഞ് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. സാധാരണ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ മാക്സിമം ജനറലൈസ് ചെയ്ത് എഴുതാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പം 1 to n. അപ്പം എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിലോ 1 to 5. എന്നിൻ്റെ വാല്യൂ 50 ആണെങ്കിൽ 1 to 50. അപ്പം വി ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ലൂപ്പിൻ്റെ
എക്സിക്യൂഷൻ വേരി ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്നത്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. 1 to 100 എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം റൺ ചെയ്താലും അതിൻ്റെ വാല്യൂസ് ഏതായിരിക്കും? 1 to 100 തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഇട്ട് ചെയ്യുന്ന പ്രോഗ്രാം, അതായത് ജനറലായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ ആദ്യത്തെ പ്രാവശ്യം എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 ടൈംസ്, നെക്സ്റ്റ് ടൈം 50 ആണെങ്കിൽ 50 ടൈംസ്. ഓക്കെ, സോ നമ്മൾ നോക്കുന്നു ഹാഷിങ്ങിലൂടെ യൂസിങ് നെയിം സ്പേസ് ഇൻറ്റ് മെയിൻ, അതിനുശേഷം ഇൻറ്റ് n, i equal to 1. Here I is the loop variable and n is the limit. എത്ര വരെയാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് n. ഓക്കെ, സോ എൻ്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞേക്കുന്നു. എൻ്റർ ദ ലിമിറ്റിനകത്ത് സി ഇൻ n എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ സി ഇൻ വഴി നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുവാണ്. എത്ര വരെയുള്ള നമ്പേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ വി ഹാവ് ടു ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഫ്രം 1 to n അല്ലേ. അപ്പം n എവിടെ വരെയാണെന്ന് ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് അപ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഫോർ ലൂപ്പ് ഡു വൈൽ ലൂപ്പിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കേർലി ബ്രാക്കറ്റിലേക്ക് എഴുതുന്നത്. അപ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സി ഔട്ട് ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു, പിന്നീട് സ്പേസ് ഇട്ടിട്ടുണ്ട് അല്ലേ. അത് എന്തിനാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, നേരത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. സ്പേസ് കുറച്ച് മാറി വരാനായിട്ട്, നെക്സ്റ്റ് നമ്പർ കുറച്ച് മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം i equal to i+1, ദാറ്റ് മീൻസ് ഇൻക്രിമെൻറ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ലൂപ്പ് ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നോക്കി എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് while i less than or equal to 100 എന്നാണ് അവിടെ എഴുതിയത്. സോറി, n ആണ്, 100 അല്ല, n തന്നെയാണ്. i less than or equal to n, അതായത് എന്ത് വരും? ഐയുടെ വാല്യൂ n എത്തുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ആദ്യത്തെ വാല്യൂ 1 ആണ്. 1 less than or equal to 100, കണ്ടീഷൻ 2 ആണ്. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. 2 വരും, 2 എക്സിക്യൂട്ട് ചെയ്യും, 3 വരും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് 100 വരും. 100ഉം ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം i equal to i+1 ആകുമ്പോൾ 101 വരും. 101 വരുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആകുന്നു. ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതിയെടുക്കുക. സെയിം പ്രോഗ്രാമാണ് n i is equal to 1. ഈ i is equal to 1 എന്ന് പറയുന്നതാണ് ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അത് മറക്കരുത്. അതിനുശേഷം എൻ്റർ ദി ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ലിമിറ്റ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡൂവിനകത്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. കണ്ടീഷൻ i less than or equal to n കൊടുത്തിരിക്കുന്നു. ദെൻ റിട്ടേൺ സീറോ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യണം. സോ ഹിയർ എൻ്റർ ദ ലിമിറ്റ്. അപ്പോൾ ഞാൻ ലിമിറ്റ് എൻ്റർ ചെയ്യുന്നത് 15 എന്നാണ്. അപ്പോൾ എന്തായിരിക്കണം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? 1 2 3 4 up to 15 വരെ നോക്കാം. കണ്ടോ, റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1 2 3 4 up to 15 വരെ. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വൺസ് അഗെയിൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ കൊടുക്കുന്നത് 125 ആണ്. 125 വരെ ഡിസ്പ്ലേ ചെയ്യണം. നോക്കിക്കോളാം. കണ്ടോ, ഈ ഒരു പ്രോഗ്രാമിനെ ഇട്ട് നമുക്ക് എത്ര രീതിയിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ദിസ് ഈസ് നോൺ ആസ് ജനറലൈസേഷൻ ഓഫ് പ്രോഗ്രാംസ്. 250 കൊടുത്താലോ, കണ്ടോ, 1 to 250. സോ ഇതാണ് നമ്മൾ ഒരു പ്രോഗ്രാമറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം ജനറലൈസ്ഡ് ആയിട്ട് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ഒരു പ്രാവശ്യം എഴുതിയിട്ട് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രോഗ്രാം എഴുതണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലൂപ്പുകൾ, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലോജിക്കിൽ എന്നും നമ്മൾ ഉപയോഗിക്കേണ്ടവയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ലൂപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഞാൻ കാണിച്ചു തന്ന പ്രോഗ്രാം, സിസ്റ്റത്തിൽ കാണിച്ചു തന്ന പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും എഴുതുക. അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. പിന്നീട് നമുക്ക് കുറേ പ്രോഗ്രാംസ് നമ്മൾ ലൂപ്പിനെ സംബന്ധിച്ച് എഴുതണം. ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് തരാം, അത് നിങ്ങളെ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരിക. ലോജിക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് 2 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് കൊണ്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.